ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗംഗാധരനും മാലതിയും തിരിച്ചു പോകാനായി നിൽക്കുകയാണ്. ആ സമയത്ത് ഗംഗാധരൻ കുറച്ച് പൈസ എടുത്ത് കൃഷ്ണമോളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തിനാ അങ്കിളെ ഇത് എന്ന് ചോദിച്ച് കൃഷ്ണമോൾ അത് വാങ്ങാതെ മടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ നിനക്കൊരു ഡ്രസ്സ് പോലും വാങ്ങിക്കൊണ്ട് വന്നില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതിന് അച്ഛന് വയ്യാതിരിക്കുന്ന കാരണം കാണാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ നിനക്ക് തരുന്ന ഗിഫ്റ്റാണിത്, അപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗംഗാധരൻ പറയുന്നു. ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഗംഗാധരൻ ഇപ്പോൾ കൃഷ്ണമോളുടെ കയ്യിൽ ക്യാഷ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. കൃഷ്ണമോൾ അത് വാങ്ങിക്കുന്നു. ശേഷം അലീനയ്ക്കും കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഗംഗാധരൻ. എനിക്കെന്തിനാ പൈസയൊക്കെ, എനിക്കിവിടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അലീന പറയുന്നു. നിന്നെ ഞങ്ങളൊരു സർവൻ്റായിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നുമല്ല കാണുന്നത്. കൃഷ്ണമോളെ പോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത് എന്ന് ഗംഗാധരൻ പറയുമ്പോൾ അലീന ആ ക്യാഷ് വാങ്ങിക്കുകയാണ്. ഉടനെ മാലതി പറയുന്നുണ്ട്, കുറച്ചിലൊന്നും വിചാരിക്കേണ്ട, അല്ലെങ്കിലും നിനക്കിത് ഞങ്ങൾ തരേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവർ യാത്രയൊക്കെ ചോദിച്ച് ഇപ്പോൾ പോവുകയാണ്. അലീനയും കൃഷ്ണമോളും കൂടി ഇപ്പോൾ അവരെ യാത്രയാക്കുന്നു. ശേഷം ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രന് വയ്യാത്തത് കൊണ്ട് തന്നെ മുകളിലത്തെ മുറിയിൽ കട്ടിലിൽ കിടക്കുകയാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തല വെച്ച് വളരെ വിഷമിച്ച് കിടക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ വൈജയന്തിയോട് ബബിത വന്ന് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന്. അതിന് അങ്കിൾ എന്ത് പറഞ്ഞു എന്ന് വൈജയന്തി തിരിച്ച് ചോദിക്കുന്നു. അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മക്കൾ തന്നെ അമ്മയെ വെറുക്കുമെന്ന് അങ്ങനെയൊക്കെ അങ്കിൾ പറഞ്ഞല്ലോ, എന്തിനാ അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ബബിത വീണ്ടും ചോദിക്കുന്നു. അത് ഗംഗേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ വായി തോന്നിയത് ചുമ്മാ വിളിച്ച് പറഞ്ഞതാണ് എന്ന് വൈജയന്തി പറയുന്നു. അങ്കിളിനെ പോലെയുള്ള ഒരാൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ, അതും ഒരു മിലിറ്ററി ഓഫീസർ എന്ന് ബബിത പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്. ദേഷ്യം വന്നാൽ മിലിറ്ററി ഓഫീസർ എന്നോ പോലീസ് എന്നോ നേവി എന്നോ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ വൈജയന്തി ബബിതയോട് പറയുന്നു. എന്നാലും ഞാൻ കരുതിയത് അമ്മ കറക്റ്റാണെന്നാണ്, പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അമ്മ അങ്ങനെയൊന്നുമല്ല, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്ന് ബബിത പറയുമ്പോൾ വൈജയന്തി ആ കസേരയിൽ നിന്നും ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എന്ത് കാട്ടിക്കൂട്ടിയെന്നാണ് നീ പറയുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കലിതുള്ളുന്നത്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. ഉടനെ കൃഷ്ണമോള് ബബിതയോട് പറയുന്നു, ചേച്ചിക്ക് ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? അമ്മ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴാണ് ദേഷ്യം ഇല്ലാത്ത സമയം, വിഷമിക്കാത്ത സമയങ്ങളുള്ളത്? എപ്പോഴും ടെൻഷനല്ലേ? എന്തായാലും അമ്മ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗംഗാധരൻ അങ്കിൾ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ ബബിത പറയുന്നു. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടനെ കൊണ്ട് എന്തായാലും അത്രയൊക്കെ സാധിച്ചു, സ്വന്തം അമ്മയും ഭർത്താവും മക്കളും ഒക്കെ എനിക്ക് ശത്രുക്കളായി. ഉടനെ ബബിത പറയുന്നു, എന്തായാലും അങ്കിൾ ഇങ്ങനെയൊന്നും വെറുതെ ഒന്നും പറയില്ല എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അങ്ങനെ ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല വൈജയന്തി ജീവിക്കുന്നത്. ഗംഗേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗേട്ടനോട് പോയി ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ് വൈജയന്തി വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. ഉടനെ ബബിത ഇപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് കേട്ട് കൃഷ്ണമോൾ ബബിതയോട് പറയുന്നുണ്ട്, നമ്മുടെ ജോലി എന്താ, പഠിക്കുക എന്നുള്ളതാണ്, അത് നമ്മൾ നന്നായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഒരു ഉപദേശിക വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ബബിത അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ മുത്തശ്ശിയുടെ മുറിയാണ്. വൈജയന്തി ദേഷ്യപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്നത് അമ്മയുടെ മുറിയിലേക്കാണ്. വൈജയന്തി കാണുമ്പോൾ തന്നെ അവർ അമ്മ ചോദിക്കുന്നുണ്ട്, ഗംഗാധരനും മാലതിയൊക്കെ പോയോ എന്ന് ചോദിക്കുന്നു. അവരൊക്കെ പോയിട്ട് കുറച്ച് സമയമായി എന്നൊക്കെ വൈജയന്തി പറയുന്നു. അവിടെ എന്തായിരുന്നു ഒരു ബഹളം കേട്ടത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടൻ എന്നെ തല്ലി എന്ന്. അപ്പോൾ നീ അവൻ്റെ അടുത്ത് നിന്ന് മടി വാങ്ങിയോ, അതെന്തിനാ എന്ന് ചോദിക്കുന്നു. ഞാൻ അലീനയുടെ കർണത്തിനിട്ടൊരെണ്ണം കൊടുത്തു, അത് ഗംഗേട്ടൻ ഇഷ്ടപ്പെട്ടില്ല, അതിനാണ് എന്നെ അടിച്ചത് എന്ന് വൈജയന്തി പറയുന്നു. നീ എന്തിനാ അലീനയെ തല്ലിയത്, നിനക്കെന്താ ഭ്രാന്തായോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയെ വിളിക്കാൻ വേണ്ടി കോളിംഗ് ബെല്ലടിച്ച സമയത്ത് ഞാനാണ് ചെന്നത്, അത് ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല.
എന്നോട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്ന് വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്കത് കേട്ട് ഇങ്ങ് ഇറങ്ങി പോന്നാൽ പോരായിരുന്നോ എന്ന്? നിന്നോട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു തന്നതല്ലായിരുന്നോ ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്ന്? നിനക്കത്രയും സൗകര്യമായില്ലേ, ബാലേന്ദ്രനെ അവൾ അലീനെ നോക്കിക്കോട്ടെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇന്നോ നാളെയോ ഞാൻ പുതിയ ഹോം നേഴ്സിന് ശമ്പളം കൊടുത്തു എന്നിട്ട് ആ അലീനെ ഞാൻ പറഞ്ഞു വിടും. അമ്മ ഗംഗേട്ടനെ വിളിച്ചിട്ട് ഒന്ന് പറയണം, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ മക്കളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തരുതെന്ന് എന്ന് വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന്. ഞാനിപ്പോൾ അടങ്ങിയില്ലെങ്കിൽ എൻ്റെ പഴയ കഥകളൊക്കെ ബാലചന്ദ്രനോടും എൻ്റെ മക്കളോടും എല്ലാം പറഞ്ഞു കൊടുക്കുമെന്നാണ് ഗംഗേട്ടൻ പറഞ്ഞത്. അത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്നിനും പോകുന്നില്ല. അമ്മ ഗംഗേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കാര്യം നീ ഓർത്തോ, നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കളോ ബാലചന്ദ്രനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഗംഗേട്ടനെ ഒന്ന് വിലക്കണമെന്ന്. ഞാൻ അവരുടെ അടുത്ത് ഒരു ശല്യത്തിനും പോകുന്നില്ല. എന്നെ അവരോട് പറയണം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയണം എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് പറയാമെന്ന്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രോഹിയേട്ടൻ എന്താ ഒന്നും പറയാത്തത്, നമുക്ക് 3 പേർക്കും കൂടി അമ്മയുടെ കൂടെ നിൽക്കാം എന്ന് ബബിത പറയുമ്പോൾ അച്ഛനെ തോൽപ്പിക്കാനോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നു. അല്ല, അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 3 പേർക്കും കൂടി അച്ഛനോട് സംസാരിക്കാം. രോഹിയേട്ടൻ അച്ഛനോട് സംസാരിക്കണം. അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് നമുക്ക് അച്ഛനോട് പറയണം എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. ഉടനെ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറയുന്നു. അതെന്താ രോഹിയേട്ടന് പറഞ്ഞാലേ എന്ന് ബബിത ചോദിക്കുന്നു. എങ്കിൽ ഞാൻ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം എന്ന് ബബിത പറയുന്നു. അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ എന്നും ബബിത പറയുന്നു. ഇത് കേട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ തീരാൻ അലീന ചേച്ചി ഇവിടുന്ന് പോയേ പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ ഞാനും അതിൻ്റെ കൂടെ നിൽക്കാം എന്നൊക്കെ കൃഷ്ണ പറയുന്നു. ഈ സമയം അലീന ഡൈനിങ് ടേബിൾ വെള്ളം കൊണ്ടുവയ്ക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോള് അലീനയെ വിളിക്കുന്നുണ്ട്, അലീന ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന്. ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രശ്നമാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ കൃഷ്ണ അലീനയോട് ചോദിക്കുന്നു. അച്ഛനോടും അമ്മയോടും നിങ്ങൾ പറയണം വഴക്ക് നിർത്താൻ, അതിന് മക്കളായി നിങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ അലീന പറയുന്നു. അതിന് ഞങ്ങൾ സംസാരിച്ചാൽ അച്ഛനും അമ്മയും കേൾക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. നീ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ എന്ന് ബബിത പറയുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ എപ്പോഴേ പോകാൻ റെഡിയാണ്, നിങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല എന്ന് ബബിത പറയുന്നു. അതെന്താ കേൾക്കാത്തത്? ബാലചന്ദ്രൻ സാർ ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കില്ല. പക്ഷേ നിങ്ങളുടെ അമ്മ അങ്ങനല്ല, അനീതിക്ക് മാത്രമേ കൂട്ടുനിൽക്കൂ, കള്ളം പറയും, അതുപോലെ തന്നെ അസൂയയും കുശുമ്പും ഒക്കെ മനസ്സിൽ വയ്ക്കും എന്നൊക്കെ അലീന പറയുമ്പോൾ ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് കുറ്റം പറയാൻ നിനക്കെന്താ അവകാശം എന്ന് ബബിത ചോദിക്കുന്നു. നിങ്ങളെക്കാളും അവകാശം എനിക്കുണ്ടെന്ന് കൂട്ടിയോ എന്ന് അലീന പറയുന്നു. ഞാനല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ഗംഗാധരൻ സാറും മാലതി മേഡവും മനുവേട്ടനും മുത്തശ്ശിയും എല്ലാവരും നിങ്ങളുടെ അമ്മേനെ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടായത് കൊണ്ടാണ്. അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ എന്നൊക്കെ അലീന പറയുന്നു. ഉടനെ രോഹിത് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞല്ലോ, നീ അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ട, നിനക്കങ്ങ് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ എനിക്കിപ്പോൾ മനസ്സില്ല, ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, എന്നെ കഴക്കൂട്ടത്ത് നിന്നും എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അലീന പറയുന്നു. അങ്ങനെ അലീന അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ബബിത രോഹിത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അച്ഛനോടും അമ്മയോടും സംസാരിക്കാം, അവർക്ക് മുകളിലൊന്നും അല്ലല്ലോ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരി എന്നൊക്കെ പറയുന്നു. ശേഷം ഇപ്പോൾ അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ്. അലീന വളരെ വിഷമത്തോടെയാണ് മുത്തശ്ശിയുടെ മുറിയിൽ വന്ന് നിൽക്കുന്നത്. മുത്തശ്ശി അപ്പോൾ അലീന എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആകെ കലങ്ങിയിരിക്കുകയാണല്ലേ എന്ന്. ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ കാരണമാണോ എന്ന്. ഇവിടെ എല്ലാത്തിനും കാരണം മാഡത്തിൻ്റെ വാശിയാണ്. മാഡത്തിനേക്കാൾ തലമുതിർന്നവരെയും ഭർത്താവിനെയും ഒന്നും തന്നെ മാഡം അനുസരിക്കുന്നില്ല, സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ എന്ന് അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവളുടെ വാശി കൊണ്ടാണ്. ഉടനെ ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വാശി കൊണ്ടൊന്നുമല്ല.
സ്നേഹമുള്ളിടത്ത് ഒരിക്കലും വാശി ഉണ്ടാകില്ല. ഇത്രയും കാലം ഈ കുടുംബത്തിൻ്റെ ഭരണം മാഡത്തിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ആ ഭരണം സാറങ്ങ് എടുത്തു മാറ്റി. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ് എന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ എല്ലാം ശരിയാകുമെന്ന്. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ആ നിമിഷം തന്നെ സാറും ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ എന്തിന് ഇത്രയും വാശി എന്ന്. മുത്തശ്ശിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണല്ലേ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കുടുംബം തകരാൻ പോകുമല്ലേ കുഞ്ഞേ, നീ എന്തിനാ വെറുതെ അവളുടെ അടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സഹിച്ചോളാം. പെറ്റ തള്ള അടിച്ചതാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് എല്ലാം സഹിച്ചോളാം. ഞാൻ ഇവിടെ നിന്ന് പോയാൽ അപ്പോൾ ആ നിമിഷം തന്നെ സാറും ഇവിടെ നിന്ന് ഇറങ്ങും. എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം. ഞാൻ കെയർടേക്കറായി നിന്നാൽ മതി. എനിക്ക് നല്ല ശമ്പളവും തരാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇവനിപ്പോൾ എന്താ പറ്റിയത്, ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്താ കാര്യം എന്നൊക്കെ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം പറയാം മുത്തശ്ശി, അത് മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. എന്താ നിൻ്റെ സംശയം എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. മാഡത്തിനെക്കുറിച്ച് എന്തോ ഒരു സംശയം ബാലേന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് സംശയമെന്ന്. നീലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറും മാഡത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ മക്കളോടും ബാലേന്ദ്രൻ സാറിനോടും എല്ലാം പറയുമെന്ന് പറയുന്നതിൻ്റെയും കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ കാര്യങ്ങൾ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കെന്തായാലും ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ബാലചന്ദ്രനുണ്ടോ എന്ന് മുത്തശ്ശി വളരെ സംശയത്തോടെ ചോദിക്കുന്നു. അങ്ങനെയും നമ്മൾ സംശയിക്കണം എന്ന് അലീന പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.